വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. പാർലിക്കാട് നടരാജഗിരി ക്ഷേത്രത്തിൽ 101ാമത് പ്രതിഷ്ഠാ ദിനവും ആറാട്ടുത്സവവും ഏപ്രിൽ 21-ന് ആഘോഷിക്കും. ആഘോഷത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനം SNDP യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 101ാമത് പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്കും ആറാട്ടുത്സവത്തിനും വേദിയൊരുങ്ങുന്നു. ഏപ്രിൽ 21-നാണ് നാടിന്റെ ഉത്സവമായ ആറാട്ടുത്സവം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനം തലപ്പള്ളി SNDP യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MR സദാനന്ദൻ, സെക്രട്ടറി KT നന്ദകുമാർ എന്നിവർ ചേർന്ന് യൂണിയൻ പ്രസിഡന്റിന് നോട്ടീസ് കൈമാറി. നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ 101ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും 8ാമത് പുനഃപ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെയും നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവം 2026 ഏപ്രിൽ 13-ാം തീയതി കൊടിയേറി 20 കാവടിയാഘോഷം 21-ന് ആറാട്ട് മഹോത്സവത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഉത്സവം നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ പോലെ തന്നെ കൊടിയേറ്റ് മുതൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും വൈകുന്നേരം സമയങ്ങളിൽ കലാസന്ധ്യ, അതിനുശേഷം എല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള പരിപാടികളോടുകൂടി തന്നെയാണ് ഈ വർഷവും നമ്മുടെ ഉത്സവം നടക്കാൻ പോകുന്നത്. ഈ ദേശത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ കാവടി ആഘോഷം. അത് ഈ 2026 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ഇത്തവണ കാവടി ആഘോഷം വരുന്നത്. 21-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് മുൻവർഷങ്ങളിലൊക്കെ ഈ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ഈ വർഷവും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ക്ഷേത്രത്തിന്റെ ഉത്സവം ഏറ്റവും മനോഹരമായി നടത്തുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റിന് നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഈ നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ പ്രകാശന ചടങ്ങ് നിർവഹിക്കാൻ പോകുന്നത്. ക്ഷേത്ര മേൽശാന്തി PS ബിനു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2026 ഏപ്രിൽ 13-ന് കൊടിയേറുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഏപ്രിൽ 20-ന് ഭക്തി നിർഭരമായ കാവടി ആഘോഷവും 21-ന് ആറാട്ടുത്സവവും നടക്കും. കൊടിയേറ്റ ദിവസം മുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും കലാസന്ധ്യയും ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. തലപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ്, ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ക്ഷേത്രോത്സവം വൻ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പാർലിക്കാട് നിവാസികൾ. ന്യൂസ് ഡെസ്ക് CCV.